iFlow Honey Magic Oven powered by Tasty Nibblesലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു വിഭവമായിട്ടാണ് നമ്മൾ ഇന്ന് മാജിക് അവൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ വിഭവം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് വിഭവങ്ങൾ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു ദിവസം പല പല കറികളും ചോറും ഒക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ എളുപ്പമാണ് നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ. അതായത് ഒറ്റ കാര്യമാണ്. ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മതി, അതിൻ്റെ കൂടെ ഒരു സാലഡോ ഒരു അച്ചാറോ ഒക്കെ മാത്രം മതി, പപ്പടം പോലും വേണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമാണ് ജോലി. അത് ഇപ്പം ചിക്കൻ ബിരിയാണി ആകാം, അതല്ലെങ്കിൽ ബീഫ് ബിരിയാണി ആകാം, ഫിഷ് ബിരിയാണി ആകാം, എന്ത് വേണമെങ്കിലും ആകാം, മട്ടൺ ബിരിയാണി, ഇതെല്ലാം ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ വെജിറ്റേറിയൻസിൻ്റെ കാര്യം എങ്ങനെയാണ്? അവർക്കും അങ്ങനെ ഒരു സിംഗിൾ മീലായിട്ട് ചെയ്യുമ്പോൾ ഒരു വെജിറ്റബിൾ ബിരിയാണി മാത്രം മതിയോ? ഇപ്പോൾ നമ്മൾ തന്നെ മാജിക് അവനിലൂടെ വെജിറ്റബിൾ ബിരിയാണി കാണിച്ചിട്ടുണ്ട്, കടല ബിരിയാണി കാണിച്ചു, ഇങ്ങനെ കുറേ വെജിറ്റേറിയൻ ഐറ്റംസ് കാണിച്ചിട്ടുണ്ട്. എങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റൊരു വെജിറ്റേറിയൻ ബിരിയാണിയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ബിരിയാണി വെജിറ്റബിൾസ് ഒന്നുമല്ല, പിന്നെന്താണ്, ഇത് സോയ ബിരിയാണിയാണ്. സോയ എന്ന് പറയുമ്പോൾ സോയ ചങ്ക്സ് കൊണ്ടുണ്ടാക്കുന്ന ബിരിയാണി. ഇത് സോയ ഗ്രാനുവൽസ് കൊണ്ട് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും, അത് നിങ്ങളുടെ ഇഷ്ടം. എന്നാലും ഞാനിപ്പോൾ ഇവിടെ സോയ ചങ്ക്സ് ഉപയോഗിച്ചിട്ടൊരു ബിരിയാണി തയ്യാറാക്കുമ്പോൾ വളരെ സ്വാദാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബസ്മതി റൈസ് 3 കപ്പ്, പശുവിൻ പാൽ 2.5 കപ്പ്, വെള്ളം 5 കപ്പ്, ഏലക്ക 3 എണ്ണം, പട്ട 1 വലിയ കഷ്ണം, ഗ്രാമ്പു 3 എണ്ണം, ജാതിപത്രി 1 കഷ്ണം, സാജീരകം 1 ടീസ്പൂൺ. ഇനി മറ്റു ചേരുവകൾ: തൈര് 1 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഇഞ്ചി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് 5 എണ്ണം ചതച്ചത്, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തത്, ടൊമാറ്റോ 2 ഇടത്തരം അല്ലെങ്കിൽ വലുതായാലും കുഴപ്പമില്ല നീളത്തിലരിഞ്ഞത്, മല്ലിയില ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്, പുതിനയില ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 1/2 കപ്പ്, സവാള 4 എണ്ണം ചെറുതായി അരിഞ്ഞത്, സവാള 2 എണ്ണം നീളത്തിലരിഞ്ഞത്, നെയ്യ് 1/2 കപ്പ്, സോയ ചങ്ക്സ് 1/4 കിലോ വെള്ളത്തിൽ കുതിർത്ത് കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. അതിനോടൊപ്പം വേവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ: മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, വെള്ളം ആവശ്യത്തിന്. ഇനി പൊടിക്കാനുള്ള മസാല: പട്ട 1 വലിയ കഷ്ണം, ഗ്രാമ്പു 4 എണ്ണം, ഏലക്ക 2 3, പെരിഞ്ജീരകം 1 ടീസ്പൂൺ. അപ്പോൾ നമുക്കിനി സോയ ബിരിയാണി തയ്യാറാക്കാം. സോയ ചങ്ക്സ് കൊണ്ട്. സോയ ചങ്ക്സ് റൗണ്ട് ഷേപ്പിലിരിക്കുന്നതാണ്, സോയാബീൻ അരച്ചുണ്ടാക്കുന്നതാണ് സോയ ചങ്ക്സ്. ഇത് ഗ്രാനുവൽസ് ആയിട്ട് കിട്ടും, ഈ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതൊരു 1/4 കിലോ വെള്ളത്തിൽ കുതിർത്ത് കഴിയുമ്പോൾ ഒരുപാടുണ്ടാവും. അതിനെ 4ആയിട്ടൊക്കെ മുറിക്കുക, ചെറിയ ചെറിയ പീസസ്, തീരെ ചെറുതല്ല, ഇങ്ങനത്തെ പീസസ് ആയിട്ട്, ബൈറ്റ് പീസസ് ആയിട്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഒരു 1 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തിട്ട് പിഴിഞ്ഞെടുക്കുക. സ്പോഞ്ച് പോലെയാണ്, അതിങ്ങനെ വെള്ളം പിടിച്ചിട്ട് അത് നല്ലതായിട്ട് കുതിർന്ന് റെഡിയായി വരും. പക്ഷേ വേവിക്കണം. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഒരു അടുപ്പ് കത്തിച്ചിട്ട് ഈ സോയ ചങ്ക്സിനെ ഒന്ന് വേവിക്കാനായിട്ട് ഇടുകയാണ് ഞാൻ. 1/4 കിലോ കുതിർന്ന് വന്നപ്പോൾ ഇത്രയുണ്ട്. അതിനോടൊപ്പം വേകാൻ ആവശ്യമുള്ള വെള്ളം, കുറച്ച് കൂടുതൽ വെള്ളം വേണം. ഇപ്പോൾ സോയ ചങ്ക്സ് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്. സോയ ചങ്ക്സിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാനുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. കുറച്ച് ഉള്ളിലേക്ക്, സ്പോഞ്ച് ചെയ്യല്ലേ, നമ്മൾ എന്ത് ചേർത്താലും അത് പിടിച്ചെടുക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്ന കാര്യങ്ങളാണ് ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇനി ഇതൊരു സൈഡിൽ കിടന്നിങ്ങനെ വേകട്ടെ, നന്നായിട്ട് വേകട്ടെ. അപ്പോൾ ഒരു വെന്ത് വരുമ്പോൾ ഒരു ചെറിയ യെല്ലോ കളറെല്ലാം കിട്ടും സോയ ചങ്ക്സിന്. ഈ സമയം കൊണ്ട് ഇപ്പുറത്തെ അടുപ്പ് കത്തിച്ചിട്ട് ഒരു 1/2 കപ്പ് എണ്ണ, റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 2 സവാള നീളത്തിലരിഞ്ഞത് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്ത് കോരും. ഈ ബിരിയാണിയിലൊക്കെ സവാള വറുത്തത് ചേർക്കുന്നത് ഭയങ്കര സ്വാദാണ്. ഏത് ബിരിയാണിയാണെങ്കിലും സവാള ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈഡ് ഓണിയൻസ്, ഫ്രൈഡായിട്ട് വറുത്തെടുത്ത സവാള, പിന്നെ പുതിന, മല്ലിയില, ഇതെല്ലാം തന്നെ ബിരിയാണിക്ക് ഫ്ലേവേഴ്സ് കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിത് വറുക്കാൻ പോവാണ്. നീളത്തിനരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള 2 എണ്ണം, 2 വലിയ എണ്ണയിലേക്ക് ഇടും. നമ്മൾ വറുത്ത് കോരും. അപ്പോൾ ഒരു സൈഡിൽ സോയ ചങ്ക്സ് വേകാനായിട്ട് വെച്ച് കഴിഞ്ഞു, ഇപ്പുറത്തെ അടുപ്പിലേക്ക് സവാള വറുത്ത് കോരാനായിട്ടും വെച്ചു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ
സവാള എല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായി. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇരുന്നൊരു മൂക്കലുണ്ട്, അത് കാരണം ഇപ്പോഴേ നമ്മൾ എടുത്തു തുടങ്ങണം. അപ്പോൾ സവാള പാകത്തിന് മൂത്തു, ഗോൾഡൻ ബ്രൗൺ കളറായി നമ്മളെടുത്ത് മാറ്റി കഴിഞ്ഞു. ഇനി നമ്മളുടെ സോയാ ചങ്ക്സ് ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് ഞാൻ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാക്സിമം വെന്തോട്ടെ, കുഴപ്പമില്ല, ഒരു സൈഡിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റും. ഇനി ഈ ബാക്കി വന്ന എണ്ണ, അപ്പോൾ നോക്കുക ആവശ്യത്തിന് എണ്ണ. അപ്പോൾ നമ്മൾ അരക്കപ്പെന്ന് പറഞ്ഞാൽ അരക്കപ്പോളം വേണമെന്നില്ല, അതിനെക്കാട്ടി ഇച്ചിരി കൂടെ കുറഞ്ഞാലും കുഴപ്പമില്ല. ബാക്കി എണ്ണയുടെ അളവ് നോക്കിയിട്ട് ഇതിലേക്ക് ഒരു അല്പം നെയ്യും കൂടി ചേർക്കാം. ഇത് ബിരിയാണിയല്ലേ, പക്ഷേ നെയ്യുടെ മണവും ഫ്ലേവറും വേണം. പക്ഷേ ഇത് മുഴുവൻ നെയ്യിൽ ചെയ്യണമെന്നില്ല. തൽക്കാലം നമുക്കിതിലേക്ക് ഒരു കുറച്ച് നെയ്യും കൂടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. ആദ്യം ഇഞ്ചി ചതച്ചത് ഏതാണ്ട് 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണും വെളുത്തുള്ളി ചതച്ചത്. അതിനോടൊപ്പം ഒരു 5 പച്ചമുളക് ചതച്ചത്. ഇത് നമുക്കൊന്ന് വഴറ്റാം. അപ്പോൾ അതിൻ്റെ പച്ച ചുവയൊക്കെ മാറി ഒരു കുറച്ച് നിറം മാറി തുടങ്ങുന്ന സമയമാകുമ്പോൾ നമ്മളതിലേക്ക് സവാളയും കൂടി ചേർക്കും. അപ്പോൾ ഇതൊന്ന് കളറെല്ലാം മാറി വരട്ടെ, പച്ചച്ചുവ മാറി നിറം മാറി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതെല്ലാം പാകത്തിന് മൂത്തു, കളറ് മാറി. ആ സമയം നമ്മൾ സവാളയും കൂടി ചേർക്കും. ഇത് 4 സവാള. ഈ 4 സവാളയും ഒന്ന് പാകത്തിന് വാടി മൂക്കാൻ തുടങ്ങണം. നിറം മാറുന്നൊരു ആ ഒരു സ്റ്റേജിലേക്ക് വരണം. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് എല്ലാം പാകത്തിന് വെന്ത് കഴിഞ്ഞു. ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റാം. നല്ല യെല്ലോ കളറിലെ സോയാ ചങ്ക്സായി മാറിക്കഴിഞ്ഞു. കളറൊക്കെ മാറി അത് ഭയങ്കര ഗ്ലാമറായി വന്നു. ഈവൻ വെജിറ്റേറിയൻസ് അല്ലാതെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോലും ഇതൊരു നല്ല ഒരു ഓൾട്ടർനേറ്റീവാണ്. അത് പകരം വയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടുത്തെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം പാകത്തിന് മൂക്കുന്നത് വരെ കുറച്ച് സമയമുണ്ട്. ആ സമയം നമുക്ക് നമ്മുടെ ബിരിയാണി മസാല പൗഡർ തയ്യാറാക്കാം. അതിനെന്തൊക്കെയാണ് വേണ്ടത്? നമുക്കൊരു പാത്രത്തിലേക്ക് ആദ്യം 1 ടീസ്പൂൺ പെരിഞ്ചീരകവും, പിന്നെന്താ പട്ട ഒരു കഷ്ണം, പിന്നെ ഇതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് 2, 3, 4 ഗ്രാമ്പു, പിന്നെ ഒരു 2, 3 ഏലക്ക ഇട്ടിട്ട് ഇതൊന്ന് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പൊടിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു മസാലപ്പൊടിയും റെഡിയാക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയും റെഡിയാവും. ഇപ്പോൾ ഉള്ളിയും പാകത്തിന് മൂത്തിട്ടുണ്ട്, വാടി കളറൊക്കെ മാറി തുടങ്ങി. ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ സോയാ ചങ്ക്സ് നമ്മൾ വേവിക്കുന്ന സമയത്ത് നിറച്ച് ഒരു 1/2 ടീസ്പൂൺ ഇട്ടുന്നു. അതുപോലെ ഇപ്പോൾ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ. ഇനി അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഹിപ്ഡ് മുളക് പൊടി, പിരിയൻ മുളക് പൊടി, പിന്നെ അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഈ പൊടികളുടെ ഒരു പച്ച ചുവ മാറിയാൽ മാത്രം മതി അടുത്ത കാര്യം ചേർക്കാം. അപ്പോൾ നല്ല മൂത്ത മണം വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് 2 ടൊമാറ്റോ നീളത്തിലരിഞ്ഞു. അത് നന്നായിട്ടൊന്ന് വാടി ഒന്ന് കുഴഞ്ഞ് വരുന്നൊരു പാകം. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ ഒന്ന് വാടി കുഴഞ്ഞ് തുടങ്ങുന്നു. ഇനി ഈ സ്റ്റേജിൽ നമ്മളിതിലേക്ക് 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, യോഗട്ട്, അധികം പുളിയില്ലാത്ത തൈരും ചേർക്കുന്നു. അപ്പോൾ വേറൊരു നല്ല എന്താ പറയുക, റിച്ച് ഗ്രേവിയായി മാറാൻ പോവാണ്. ഇതിലേക്കൂടെ നമ്മളൊരല്പം മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കാം. ഒരു 2-3 ചെറിയ പീസ് പുതിന, 2-3 ഇല പുതിനയിലയും ചേർത്തു. ഇനി എന്താ വേണ്ടത്? നേരത്തെ പൊടിച്ചു വെച്ച ഗരം മസാലയുടെ ഒരു പൗഡറാണ് ഇത്. നമ്മുടെ
ബിരിയാണി മസാലയായിട്ട് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 2-3 ഏലക്ക, 2-3 ഗ്രാമ്പൂ, പിന്നെ 1 കഷ്ണം പട്ട ഒന്ന് ചൂടാക്കി പൊടിച്ചത് അതും കൂടി ചേർക്കുന്നു. ഏകദേശം 1 ടീസ്പൂണോളം വരും. ഇപ്പോൾ ഒരു മസാലയുടെ മണവും കൂടി വരുന്നു. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ബേ ലീഫ്, അതായത് വയണ ഇലയും കൂടി വേണമെങ്കിൽ ചേർക്കാം. അത് വേറൊരു നല്ല മണമായിരിക്കും. അതുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ്, ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ചേറെ വെള്ളത്തിൽ വേവിച്ചാണ്. ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിലേക്ക് നമ്മൾ ഏതാണ്ട് ഒരു 2 കപ്പോളം വെള്ളം, വെള്ളവും ചേർക്കുന്നു. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് തിളക്കട്ടെ. കാര്യം സോയാ ചങ്ക്സ് എന്തായാലും വെന്ത് കഴിഞ്ഞതാണ്, നമ്മൾ വേവിച്ചാണ്. എങ്കിലും ഈ മസാലയിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് വേകണം. അപ്പോൾ അല്ലേ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ, അതിൻ്റെ രുചിയെല്ലാം സോയാ ചങ്ക്സിലേക്ക് കയറണം. ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാം. അടുപ്പ് കത്തിച്ചു കൊടുത്തു ഞാൻ. ഇതിൽ കിടന്നൊന്ന് തിളക്കട്ടെ. പിന്നെ ഉപ്പൊക്കെ നോക്കണം. ഇച്ചിരി ഉപ്പും കൂടി എന്തായാലും വേണ്ടി വരും. ആ ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കണം. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സോയാ ചങ്ക്സിൻ്റെ ഉള്ളിൽ ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രേവിയിൽ ഉപ്പില്ലല്ലോ, അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇങ്ങനെ ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞ് ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുള്ളൂ. അപ്പോൾ ഇത് ഒരു സൈഡിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ആ സമയം നമുക്ക് ഈ അടുപ്പിൽ വേറൊരു പാത്രം വയ്ക്കാം. മറ്റൊരു ചൂട് കെട്ടിയുള്ള പാത്രം വെച്ചിട്ട് നമുക്ക് വെള്ളവും ബാക്കി കാര്യങ്ങളും കൂടി തിളപ്പിക്കാം. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ 2.5 കപ്പ് പശുവിൻ പാൽ, വേണമെങ്കിൽ നമുക്കിത് തേങ്ങാപ്പാലിലും തയ്യാറാക്കാം, പശുവിൻ പാലിന് പകരം. അത് നമുക്ക് തേങ്ങയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. ഇനി ഇതിൻ്റെ കൂടെ ഒരു 5 കപ്പ് വെള്ളം. അപ്പോൾ 2.5 കപ്പ് പാലും 5 കപ്പ് വെള്ളവും, അപ്പോൾ ഏതാണ്ട് 7.5 കപ്പ്. അതിലേക്ക് നമ്മൾ ഒരു ജാതിപത്രി, അതായത് ഒരു ജാതിപത്രിയുടെ പകുതി എന്ന് പറയാൻ വേണമെങ്കിൽ അത് അതിനകത്തേക്ക് ഇടാം മുഴുവനെ. പിന്നെ സാജീരകം എന്ന് പറഞ്ഞാൽ ഇതല്ലേ ചെറിയ ജീരകമാണ്, ഒരു പ്രത്യേക മണമുള്ള ജീരകമാണ് സാജീരകം. അത് ബിരിയാണിക്ക് നല്ല കോമ്പിനേഷനാണ്. പിന്നെ പട്ട, ഒരു കഷ്ണം പട്ട ഇങ്ങനെ മുറിച്ചിടുക. ഇതെല്ലാം ഹോൾ സ്പൈസസ് ആണ്, നമ്മൾ പൊടിക്കാതെ ഇടുന്ന കാര്യങ്ങൾ. 2-3 ഏലക്ക, ഇതുപോലെ തന്നെ 2-3 ഗ്രാമ്പൂൻ്റെ പീസസ്. വേണമെങ്കിൽ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും ചേർക്കാം. അത് ഓപ്ഷണൽ, ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളയ്ക്കണം. അതിനോടൊപ്പം നമ്മളിപ്പോൾ ഒരു അല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യെന്ന് പറയാം ഈ പാലിൻ്റെ കൂടെ ചേർത്ത്, പാൽ വെള്ളം മിശ്രിതത്തിൽ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ സോയാ ചങ്ക്സ് ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ മസാലയിൽ കിടന്ന്. ഇനി അതിലേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമ്മുടെ കാഷ്യൂ പേസ്റ്റ്. അപ്പോൾ ഇതൊരു 50 ഗ്രാം കാഷ്യൂ നട്ട്സ് വെള്ളത്തിൽ കുതിർത്ത് അരച്ചതാണ്. അതും കൂടി ചേർത്തു. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി കുറച്ചുകൂടി ഒന്ന് തിക്കാവും, നല്ല കുറുകിയൊരു ഗ്രേവി ആയിട്ട് മാറും. സോയാ ചങ്ക് മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഞാൻ ഇടുകയാണ് എക്സ്ട്രാ. ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിനാണോ എന്ന് നോക്കണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകാനുണ്ട്, അതിൻ്റെ ഗ്രേവി ഒന്നുകൂടി ഒന്ന് വറ്റട്ടെ. ഇപ്പോൾ നമ്മുടെ പാൽ മിശ്രിതം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന, അതായത് ഇത് 3 കപ്പ് ബസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്ത് അരമണിക്കൂർ കുതിർത്ത് ഊറ്റിയെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത്. ഇത് കുതിർന്നിരിക്കുന്ന അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേഗം വെന്ത് വറ്റി കിട്ടും. ആവശ്യത്തിന് ഒരൽപ്പം ഉപ്പും കൂടി ചേർക്കണം. മസാലയിൽ ഉപ്പുണ്ട്, പക്ഷേ ചോറിൽ ഉപ്പ് വേണ്ടേ, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇതൊന്ന് പാകത്തിന് വെന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് വേഗണം നിർബന്ധമില്ല, ഏകദേശം 1/4 വേഗം, ഇച്ചിരി കൂടെ ആയാലും കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ ഇത് വറ്റി കിട്ടുന്ന എത്ര വേഗമാണോ അതാകുന്നവരെ വേവിക്കാം. പാത്രം ഒന്ന് അടച്ചു.
ഇനി ചോറൊന്ന് റെഡിയായി വരട്ടെ, വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ അരി പാകത്തിന് വന്നിട്ടുണ്ട്. ബസ്മതി റൈസ് പാകത്തിന് വെന്ത് ഏതാണ്ട് വറ്റി കഴിഞ്ഞു. പാകത്തിനെന്ന് വെച്ചാൽ ഒരു 3/4 വേഗം ഇച്ചിരൂടായിട്ടുണ്ട്, പക്ഷേ ഫുൾ വേഗമായിട്ടില്ല. അത് നമുക്കിനി ദമ്മിലിട്ടാണ് ബാക്കി വേഗ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് ഈ അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിനി ദമ്മിൻ്റെ പ്രോസസ്സ് തുടങ്ങാം. മറ്റൊരു പാത്രത്തിലേക്ക് ഇനി അസംബ്ലിങ് ആണ്. അസംബ്ലിങ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അടുക്കാൻ പോവാണ്. ആദ്യം നമ്മളൊരു ടേബിൾ സ്പൂൺ നെയ്യ്, ഇതിലേക്ക് ഈ ഒരു 3/4 വേഗിൽ, ഏകദേശം 3/4 വേഗെന്ന് പറയാം, വേവിച്ച് വെച്ചിരിക്കുന്ന അരിയുടെ പകുതി ഭാഗം ഇതിലേക്കിടാം. ഇപ്പോൾ ഈ ചോറിൽ ഇച്ചിരി ഈർപ്പമുണ്ട്, ആ ഈർപ്പം നമുക്ക് വേണം. ഇപ്പം നമ്മൾ ദമ്മിനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ തീയിൽ വെച്ചിരിക്കുകയായിരുന്നു. ഒരു നല്ലൊരു കട്ടിയുള്ള തവ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കും. റൈസ് ഇവിടെ റെഡി. ഇനി എന്താണ്, ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വറുത്ത് വച്ചിരിക്കുന്ന സവാള നേർപകുതി ഇടാം. വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കുന്നു. ഇനി എന്താ, ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുതിനയില, ഒരൽപ്പം, അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില. ഇനിയാണ് നമ്മുടെ സോയ മസാല. നമ്മുടെ സോയ മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നിരത്തണം. നല്ല ഇറച്ചി പോലെ ഇരിക്കുന്നല്ലേ, നല്ല പ്യുവർ വെജിറ്റേറിയൻ സാധനമാണ് ഇത്, വളരെ സ്വാദാണ്. കഴിഞ്ഞു. ഇനി എന്താണ്, ഇനി ഇതിൻ്റെ മുകളിൽ ഈ ചോറിന് സ്വാദ് കൂടുതലായിരിക്കും. കാര്യം നമ്മളിത് പാലിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില, പുതിനയില മതി, നമുക്ക് കുറച്ചിട്ടല്ലോ, അത് മതി. പിന്നെന്താ, വറുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ ബാക്കി. ഇനി അവസാനമായിട്ടൊരു കാര്യമുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ അല്ല, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഏകദേശം 1-1.5 ടേബിൾ സ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. അതിങ്ങനെ ചൂടാകുമ്പോൾ താഴേക്ക് ഒഴിച്ചു പോയിക്കോളും. അപ്പം നമ്മുടെ ബിരിയാണി നല്ല റിച്ചാവും. പിന്നെ ഞാൻ ഈ ചേർത്തിരിക്കുന്ന നെയ്യുടെ അളവാണെങ്കിലും ഏത് കാര്യത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങളോടുകൂടി തന്നെ ചെയ്യാം. ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചിട്ട് എത്ര വേണം എന്നനുസരിച്ച്. ഇനി നമ്മൾ പാത്രം ഒന്ന് നന്നായിട്ടൊന്ന് അടയ്ക്കുന്നു. ഇപ്പോൾ ദമ്മിട്ടിരിക്കുവാണല്ലോ, ഇത് നല്ല എയർ ടൈറ്റായിട്ടുള്ള അടപ്പാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നമ്മളൊരു തവയുടെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അല്ല, ഇരുമ്പിൻ്റെ ഒരു നല്ലൊരു അയൺ തവയാണ്, നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് അടിക്കൊന്നും പിടിക്കില്ല. ഇനി ഒരു 10-15 മിനിറ്റ് ഈ ദമ്മിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടപ്പ് തുറന്നിട്ട് ഇളക്കിയെടുക്കും. ഇപ്പോൾ ഏതാണ്ട് 15 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ദം, അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി. നമ്മുടെ ബിരിയാണി നമ്മൾ ആദ്യം ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒരല്പസമയം റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കണം. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് സെറ്റായി വരും. ആ ചൂടോടുകൂടി ഇളക്കി കഴിഞ്ഞാൽ കുറച്ചൊരു ഈർപ്പം കൂടുതലുണ്ടാവും. ആ ഈർപ്പം പോകാനായിട്ട് പാത്രം തുറന്ന് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ അതിനെ വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് ഇളക്കി എടുക്കുന്നതാണ് എളുപ്പം. പിന്നെ നമ്മൾ എടുക്കുന്ന ആ മസാലയുടെ ഗ്രേവി എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് കൂടുതൽ ഈർപ്പം തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ദം ഇടുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കണം ഒരുവിധം. അതായത്
അടിഭാഗത്ത് എന്തെങ്കിലും ഈർപ്പമുണ്ടെങ്കിൽ, ചാറോ കറിയുടെ ഗ്രേവി ഉണ്ടെങ്കിൽ ഒന്ന് അതിനൊരു 10 മിനിറ്റ്സ് ഡയറക്റ്റ് ഫ്ലെയിമിൽ ചെറിയ തീയിൽ വയ്ക്കുക, തുറന്നിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദമ്മിലേക്ക് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരല്പ സമയം ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ അടപ്പ് തുറന്ന് വയ്ക്കുക. ഇപ്പോൾ ഇത് ഞാനിങ്ങനെ അടപ്പ് തുറന്ന് വെച്ചിരുന്നു, ഏകദേശം അതൊരു വിധം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ സ്വാദിഷ്ടമായ സോയ ചങ്ക്സ് ബിരിയാണി അല്ലെങ്കിൽ സോയ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് 3 കപ്പിലാണ്, 3 കപ്പ് ബസ്മതി റൈസിലാണ് നമ്മൾ തയ്യാറാക്കിയത്. ഇതിൽ നിന്നും തന്നെ ഏകദേശം ഒരു 5 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു റൈത്ത, അതായത് തൈര്, ടൊമാറ്റോ, സവാള, പച്ചമുളക് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു സാലഡ്, ഒരു റൈത്ത പോലൊരു കാര്യം, അതിൻ്റെ കൂടെ ഒരു അച്ചാറും, പിന്നെന്താ പപ്പടം. ഇത്രയും കാര്യങ്ങൾ മതി. നല്ല ഒന്നാം തരം ബിരിയാണി ആയിരിക്കും ഇത്. ഭയങ്കര സ്വാദാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാം. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വളരെ വ്യത്യസ്തമായൊരു വെജിറ്റേറിയൻ സ്റ്റൈലിലെ ഒരു ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കിയ സോയ ബിരിയാണി. തീർച്ചയായിട്ടും പരീക്ഷിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.